ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് വൻപയർ പായസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൻപയറാണ്. വൻപയറിന് നമ്മുടെ നാട്ടിൽ മമ്പയർ എന്നാണ് പറയുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മമ്പയർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 മണിക്കൂർ മുന്നേ കുതിർത്തി വെച്ചതാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചരിയാണ്. പച്ചരി ഞാൻ എടുത്തിട്ടുള്ളത് 1/3 കപ്പാണ്. അപ്പോൾ അതും ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെല്ലമാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ വെല്ലമാണ്. അത് കറക്റ്റ് മധുരമാണ്. ഇനി മധുരം കുറച്ച് കൂടുതൽ വേണ്ടവർ കുറച്ച് കൂടുതൽ വെല്ലം എടുത്താൽ മതി. ഇനി കുറച്ച് തേങ്ങൻ്റെ ആവശ്യമുണ്ട്, തേങ്ങ ചിരകിയത്. അപ്പോൾ ഒരു വലിയ തേങ്ങൻ്റെ പകുതി ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഏലക്കൻ്റെയും കൂടി ആവശ്യമുണ്ട്. ഇനി നമുക്കങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വെള്ളം ഒന്ന് ഉരുക്കിയെടുക്കാം. ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് അലിയാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യലാണ്. ഇനി നമുക്ക് മമ്പയർ വേവിക്കാൻ വേണ്ടി പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ കഴുകിയിട്ട് അതിന് ശേഷമാണ് കുതിർത്തി വെച്ചതിന്. അതുകൊണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർത്തിട്ട് കുക്കറിലേക്ക് നേരിട്ടിട്ട് കൊടുക്കലാണ്. ഇനി ഇതിൽ മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യം കൂടി ചെയ്ത് തീർക്കാനുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പച്ചരിയില്ലേ, ആ പച്ചരി നമുക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നല്ലോണം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഒതുക്കി എടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മമ്പയർ വെന്തരോന്ന് നോക്കാം. 3 വിസിലിൽ അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കയ്യിലേക്ക് എടുത്താൽ ഉടഞ്ഞു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അതിൽ അഴുക്കല്ലുണ്ടാവും. ഇനി ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കലാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങേൻ്റെയും പച്ചരിൻ്റെയും ആ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും. പച്ചരിയിലേക്ക് ചേർക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേങ്കിൽ കട്ടി കിട്ടാൻ വേണ്ടി ചേർത്താൽ നല്ലതാണ്. അതേ മിക്സിയിൽ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി വെള്ളത്തിൻ്റെ ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കുന്നത് കുറച്ച് ഏലക്ക പൊടിയാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഏലക്കയിൽ 2 ഏലക്കൻ്റെ തൊലി കളഞ്ഞിട്ട് ചതച്ചതാണ്. അപ്പോൾ നല്ലോണം തിളയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ മമ്പയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.